ഇപ്പോൾ വരുന്ന ഏറ്റവും അപകടകരമായ ഒരു വാർത്ത, വൻ ശക്തികൾ നേർക്ക് നേർ മുഖാമുഖം വരുന്നു. അമേരിക്കയും റഷ്യയും ചൈനയും നേർക്ക് നേർ വരുന്നു. ഐസ്ലൻഡിന് സമീപം റഷ്യൻ എണ്ണക്കപ്പൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്തതിനെതിരെ റഷ്യ മുന്നറിയിപ്പ് നൽകുന്നു. റഷ്യൻ അന്തർവാഹിനികളും യുദ്ധക്കപ്പലുകളും സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു വന്ന വാർത്ത കൂടി വരുമ്പോൾ ലോകം ഉത്കണ്ഠയിൽ. വെനസ്വേലിയൻ എണ്ണ വാങ്ങാൻ 2 കപ്പലുകൾ പിടിച്ചുവെന്നാണ്. അതായത് വെനസ്വേലിയൻ എണ്ണ വാങ്ങാൻ പോയ 2 കപ്പലുകൾ പിടിച്ചെടുത്തു എന്ന് നിസ്സാരമായി അമേരിക്ക ന്യായീകരിക്കുന്നു ഇതിലെ. അപ്പോൾ വി പി ജെയിംസ് തത്സമയം ചേരുന്നു. വി പി ജെയിംസ്, ശരിക്കും 3 ഹായ് ഇരിക്കട്ടെ വി പിക്ക്. വയറ് നിറഞ്ഞു കാണുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, നിറയാനല്ല വയർ, നിറയാനായി ഒരു വയർ, പുതിയ സിനിമ ഉണ്ടാകട്ടെ. വി പി, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് ശക്തികൾ തമ്മിൽ ഒരു പോർമുഖം തുറക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകം ഞെട്ടലാവും. തീർച്ചയായിട്ടും എസ്കെൻ, ഒരുപാട് കാലം ശീതകാല യുദ്ധം നടത്തിയതാണ് പഴയ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ. ജോൺ എഫ് കെന്നഡി മുതലുള്ള കാലഘട്ടത്തിലെ ക്യൂബൻ മിസൈൽ ക്രൈസിസ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. പല തവണ 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ അടുത്തെത്തിയതാണ്. പക്ഷെ അതൊക്കെ മാറി, രാഷ്ട്രീയം മാറി, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ മാറി. സോവിയറ്റ് യൂണിയൻ പോയി, റഷ്യയായി, മറ്റ് റിപ്പബ്ലിക്കുകളായി. ഇപ്പോൾ ഇതാ വീണ്ടും റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു പോർമുഖം തുറക്കുന്നു. പക്ഷേ അത് എവിടം വരെ എത്തുമെന്ന് അറിയില്ല. ഐസ്ലൻഡിനും സ്കോട്ട്ലൻഡിനും സമീപം അമേരിക്കയുടെ നാവികസേനയാണ് റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ പിടിച്ചെടുത്തത്. അതിന് പറയുന്ന ന്യായം, ഇറാനിൽ നിന്ന് വെനസ്വേലയിലേക്ക് എണ്ണ വാങ്ങാൻ പോയ കപ്പലാണ്. വെനസ്വേലൻ എണ്ണയ്ക്കെതിരെ വലിയ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു എന്നറിഞ്ഞ് അവർ റൂട്ട് മാറ്റി നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സ്കോട്ട്ലൻഡിനും ഐസ്ലൻഡിനും ഇടയിൽ വെച്ച് അമേരിക്കയുടെ നാവികസേന അതിലേക്ക് ഇരച്ചു കയറി പിടികൂടിയത്. അപ്പോൾ അന്തർവാഹിനിയൊക്കെ അകമ്പടി ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും അവിടെ എതിർപ്പിന് ആരും ഇല്ലായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ അന്തർവാഹിനിയും യുദ്ധക്കപ്പലുകളും അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. എന്ന് മാത്രമല്ല, റഷ്യ കടുത്ത തരത്തിൽ അതിനെ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കപ്പൽ പിടിച്ചെടുക്കാൻ അമേരിക്കയ്ക്ക് യാതൊരു അവകാശവുമില്ല എന്നുള്ള തരത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ചൈനയും വല്ലാതെ അസംതൃപ്തരാണ്. കാരണം വെനസ്വേലൻ എണ്ണ 80% പോയിക്കൊണ്ടിരുന്നത് ചൈനയിലേക്കാണ്. ഇപ്പോൾ 50 മില്യൺ, അതായത് 5 കോടി ബാരൽ അമേരിക്ക എടുക്കുകയാണെന്നാണ് ട്രംപ് പറയുന്നത്. ഇവിടെയൊക്കെ പറയുന്ന പോലെ ഞാനങ്ങ് എടുത്തു എന്നുള്ള രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ വെനസ്വേലയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വെനസ്വേലൻ പ്രസിഡന്റ് മഡൂറോ ന്യൂയോർക്കിൽ ജയിലിലാണ്. ഡെൽസി റോഡ്രിക്സ്, ഇടക്കാല പ്രസിഡന്റ്, ട്രംപ് പറഞ്ഞ പലതിനെയും തള്ളി പറഞ്ഞിട്ടുണ്ട്. കാരണം മഡൂറോ ദശലക്ഷക്കണക്കിന് ആൾക്കാരെ വെനസ്വേലയിൽ കൊലപ്പെടുത്തിയെന്ന പറഞ്ഞത് ഒരു തരത്തിലും ശരിയല്ല, നുണയാണെന്നാണ് ഇപ്പോഴത്തെ ആക്ടിംഗ് പ്രസിഡന്റ് പറയുന്നത്. എന്തായാലും ട്രംപ് കണ്ണുവെച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡിലേക്ക്, മെക്സിക്കോയിലേക്ക്, ക്യൂബയിലേക്ക്, മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇറാനിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് SKN. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ തന്നെ ഒരു വാർത്ത അമേരിക്കയിൽ നിന്ന് വരുന്നത് വളരെ രസകരമാണ്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഈ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ US കോൺഗ്രസിലേക്ക് കൂടുതൽ ഡെമോക്രാറ്റുകൾ ജയിച്ചു വന്നാൽ ട്രംപിനെ ഇംപീച്ച് ചെയ്യാൻ മടിക്കില്ല. കാരണം അവർക്ക് കോൺഗ്രസിന് സെനറ്റിലും അതുപോലെ തന്നെ US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവരാം. പക്ഷേ 3-ൽ 2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇംപീച്ച് ചെയ്തൊന്ന് നാറ്റിക്കാം. അപ്പോൾ എന്തായാലും ആ തരത്തിൽ ട്രംപിനെതിരെയുള്ള നീക്കങ്ങളുണ്ട് എന്നറിയുന്നു SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.